ഹായ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. കുക്കുംബർ, ക്യാരറ്റ്, പച്ചമുളക് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? തോന്നാൻ ഇത് സലാഡിന് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. അതുപോലെ തന്നെ ഇതൊരു സോൾട്ടി സലാഡ് ആക്കിയാലോ? നമ്മൾ ഷവർമയിലും ബ്രോസ്റ്റിലും കപ്സയിലും ഒക്കെ വാങ്ങുമ്പോൾ നമ്മൾ സൈഡ് ഡിഷായിട്ട് അതിനകത്ത് കിട്ടാറുണ്ട്. ആ ഒരു ഐറ്റം നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്തെടുത്താലോ? അതിനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുക്കുംബർ നമ്മൾ തോല് കളയുന്നില്ല. തോല് കളയാതെ വൃത്തിയാക്കി നാലായിട്ട്, ഞാനിപ്പം അത്യാവശ്യം വലിപ്പമുള്ള സൈസിലാണ് അരിഞ്ഞിരിക്കുന്നത്. അതുപോലെ 2-3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 2-3 പച്ചമുളക്, അതുപോലെ ക്യാരറ്റ് ഇതെല്ലാം കഴുകി വൃത്തിയാക്കി നമുക്ക് ആവശ്യത്തിനുള്ള സൈസ് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. കുക്കുംബർ ഒരുപാട് കട്ടി കുറയ്ക്കാനെന്ന് പറഞ്ഞാൽ നമ്മൾ അധിക നാൾ വെച്ചിരിക്കുമ്പോൾ ഇത് കുക്കുംബർ പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങനെ അലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അത്യാവശ്യം വലിപ്പത്തിലെ കുക്കുംബർ അരിഞ്ഞിരിക്കുന്നത്. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു സോൾട്ടി സലാഡ് നമുക്ക് കപ്സയിലൂടെയൊക്കെ കഴിക്കാനും, അതുപോലെ ഷവർമ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഷവർമ കഴിക്കുമ്പോൾ അതിനകത്ത് ചിക്കൻ്റെ മയണൈസിൻ്റെ ഇടയിലായിട്ട് സോൾട്ടീസ് കുക്കുംബർ കിട്ടാറുണ്ടല്ലോ. നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ ആകുമ്പോഴത്തേക്കല്ലേ അതിൻ്റെ ഒരു ഒറിജിനൽ ഫ്ലേവർ വരുന്നത്. അത് എങ്ങനെയാണ് നമുക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. വൃത്തിയായിട്ട് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ഒരു ഭരണി, കുപ്പി ഭരണിയാണേ, ഉടയുന്ന ഭരണിയാണേ. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുക്കുംബർ, ക്യാരറ്റ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ ഫുള്ളായിട്ടാണ് ഇടുന്നത് കേട്ടോ. കട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കട്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പച്ചമുളക് ഫുള്ളായിട്ടിട്ടാൽ മതി. ഒരുപാട് എരിവ് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരുപാട് എരിവ് അങ്ങ് ഇറങ്ങും. എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ ഹിമാലയൻ സാൾട്ടാണ് ഉപയോഗിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, കുറച്ചധികം ഉപ്പിടണം. നമ്മൾ ഉപ്പിലിടുന്ന സാധനങ്ങൾ കുറച്ചധികം ഉപ്പ് ഉപയോഗിച്ചിട്ടാണല്ലോ ഇടുന്നത്. പിന്നെ വിനാഗിരി കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഒരു പ്രിസർവേറ്റീവ് ആയിട്ടാണല്ലോ നമ്മൾ വിനാഗിരി യൂസ് ചെയ്യുന്നത്. പിന്നെ തിളപ്പിച്ച് ഇളം ചൂടോടുകൂടിയുള്ള വെള്ളം, ഇളം ചൂടാണ്, ചെറിയ ആവി ഇവിടെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ റൂം അത്യാവശ്യം തണുത്ത് കിടക്കുന്നുണ്ട്. ആ നികർന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം. നികർന്ന രീതിയിൽ ഈ നമ്മൾ ഇട്ടിരിക്കുന്ന കുക്കുംബർ ആണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും അതിൻ്റെ മുകളിലായിട്ട് വെള്ളം നിൽക്കണം. അതിന് താഴെയായിട്ട് വെള്ളം നിന്ന് കഴിഞ്ഞാൽ പൂപ്പൽ പിടിക്കും. ഫംഗസ് ഉണ്ടല്ലോ, ഫംഗസ് കയറി പെട്ടെന്ന് പിടിക്കാനും അതുപോലെ കേടാവാനും സാധ്യതയുണ്ട്. ചൂടുവെള്ളം, തിളപ്പിച്ച് ആറിയ വെള്ളം ഒഴിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്, പെട്ടെന്ന് കേടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഇളം ചൂടുവെള്ളം നമ്മൾ നല്ല രീതിയിൽ തിളപ്പിച്ച് ആറിയ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ വിനാഗിരി നമ്മൾ ഒഴിച്ചിട്ടുണ്ട്, ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കിനി അടച്ച് എയർ ടൈറ്റ് നല്ല രീതിയിൽ അടച്ച് വൃത്തിയായി ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായവർ ഷെയർ ചെയ്യണേ, ലൈക്ക് അടിക്കണേ. അതുപോലെ ഇങ്ങനെ ചെയ്ത് കഴിക്കുന്നവരുണ്ടെങ്കിൽ അതും കമൻ്റ് ഇടണം കേട്ടോ. താങ്ക് യു.